ഹായ് എല്ലാവർക്കും നമസ്കാരം. വാണ്ടർ സ്ക്രിപ്റ്റിൻ്റെ മറ്റു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാട്ടിലാണുള്ളത്, അതുകൊണ്ട് തന്നെ ഫാമിലിയായിട്ട് ഞായറാഴ്ചകളിൽ ശനിയാഴ്ചകളിൽ കറങ്ങുക എന്നുള്ളത് ഇപ്പോൾ ഒരു റൂട്ടീനായി മാറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് പെറ്റ്സുകളെ മാത്രം വളർത്തുന്നൊരു സ്ഥലമാണ്. പോകുന്ന വഴി തന്നെ വളരെ മനോഹരമാണ്, അതുകൊണ്ട് തന്നെ യാത്രയൊന്നും അസൗകര്യമായി തോന്നിയിട്ടേയില്ല. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പോകുന്ന സ്ഥലം എന്താണെന്ന് എങ്ങനെയാണെന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല. ഇതൊരു പ്രമോ വീഡിയോ അല്ലാതെ കൊണ്ട് തന്നെയാണ് ഞാൻ പേര് പറയാത്തത്, പക്ഷേ നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. കണ്ണൂരിൽ നിന്ന് ഏകദേശം ഒരു 6-7 കിലോമീറ്ററിനുള്ളിൽ തന്നെ നമുക്ക് ഇവിടെ എത്തിച്ചേരാൻ പറ്റും. നിങ്ങൾക്ക് വളരെ കുട്ടികളെയും കൂട്ടി പോവുകയാണെങ്കിൽ കുട്ടികൾക്ക് കാണാൻ ആഗ്രഹിക്കുന്ന, കുട്ടികൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന, പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പെറ്റ് സ്റ്റേഷനിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പെറ്റ്സിനെ മാത്രമല്ല, പെറ്റ്സിന് നമ്മൾ വീട്ടിൽ വളർത്തുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ വീട്ടിൽ വളർത്താൻ സാധിക്കുന്ന മൃഗങ്ങളെയൊക്കെ നമുക്ക് അടുത്ത് കാണാനും അവയെ തൊടാനും തലോടാനും ഒക്കെ നമുക്ക് സാധ്യമാണ്. നിങ്ങൾ അഡീഷണൽ ഫീസ് എടുക്കുകയാണെങ്കിൽ 200 രൂപയാണ് 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് വരുന്നത്. അഡീഷണലായിട്ട് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ പക്ഷികളുടെ കൂടെയോ അല്ലെങ്കിൽ മൃഗങ്ങളുടെ കൂടെയോ ഒക്കെ നിങ്ങൾക്ക് നിന്ന് ഫോട്ടോ എടുക്കാനുള്ള അവസരം കൂടി കിട്ടുന്നതാണ്. അത് ആക്ച്വലി കുട്ടികൾക്ക് വളരെ ഒരു പ്രത്യേക അനുഭവം തന്നെയായിരിക്കും. മീനുകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക ഒരു ഏരിയ തന്നെയുണ്ട്. നിങ്ങൾക്ക് മീനുകൾക്ക് ഫീഡ് ചെയ്യാം, അതുപോലെ മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒക്കെ ഫീഡ് ചെയ്യാം. വളരെ മനോഹരമായി തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളിൽ കയറി നമ്മൾ പുറത്തിറങ്ങുന്ന സമയം വരെ നമുക്ക് ടൈം പോകുന്നതേ അറിയാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൽ കാണുന്ന പല പക്ഷികളെയും നമ്മൾ ജീവിതത്തിൽ ഇതുവരെ കാണാത്തതായിരിക്കാം. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പ്രത്യേക ഒരു അനുഭവമായിരിക്കാം. കുള്ളൻ കുതിരയും കുള്ളൻ കഴുതിയും ചെറിയ പശുക്കുട്ടിയല്ല, ആക്ച്വലി ഇതൊരു അഡൾട്ടായൊരു പശുവാണ്. പക്ഷേ ഇപ്പോൾ ഉള്ള ഈ കുള്ളൻ ടൈപ്പുള്ളൊരു പശുവാണ്. അപ്പോൾ നമുക്കിതിനൊക്കെ അടുത്ത് കാണാൻ തൊടാനും പറ്റുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു വളരെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം തന്നെയായിരിക്കാം. അപ്പോൾ കണ്ണൂരേക്ക് യാത്ര തിരിക്കുന്നവർ ഒരു ദിവസത്തേക്ക് വേണ്ടി യാത്ര തിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കൊരു ഉച്ചയ്ക്ക് ശേഷമൊക്കെ ഇറങ്ങുകയാണെങ്കിൽ വലിയ തിരക്കില്ലാതെ ഇവിടെ കറങ്ങി നടന്ന് എല്ലാം കാണാനും കഴിയും. അത് കഴിഞ്ഞ് ഇതിനടുത്ത് തന്നെ ഒരു ബീച്ചുണ്ട്. ഇപ്പോൾ ബീച്ചിലും കൂടി നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് ബീച്ചിലെ കാര്യങ്ങളും കൂടി എൻജോയ് ചെയ്യാൻ കുട്ടികൾക്ക് പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു വൈകുന്നേരം ഒരു 2:30-3 മണിക്കുള്ളിൽ അവിടെ എത്തുന്ന രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് സൗകര്യം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ വലിയ തിരക്കുണ്ടാവില്ല. അല്ലാത്ത ടൈമിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ തീർച്ചയായും ഓർക്കുക, തിരക്ക് വളരെ ട്രാഫിക് ഭയങ്കര കൂടുതലാണ്. ശരിക്കും കുട്ടികൾ ഉറങ്ങി പോകാനുള്ള സാധ്യതകളും കൂടി ഉണ്ട്. ഇതെൻ്റെ മോള് ഫീഡ് ചെയ്യുന്നതാണ്, ലവ് ബേർഡ്സിന് ഫീഡ് ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞൊരു അഡീഷണൽ പേയ്മെൻറ്റ് കൊടുക്കാണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കിളികൾക്കൊക്കെ ഫീഡ് ചെയ്യേണ്ട അവസരമുണ്ട്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മനോഹരമായിട്ട് ഒരു 1/4 മണിക്കൂറിനുള്ളിൽ തന്നെ അവർക്ക് അവരുടെ ജീവിതത്തിൽ കാണാത്ത നമ്മളെ ഫിലിമിലൊക്കെ കാണുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മറക്കാതെ കണ്ണൂർ സന്ദർശിക്കാൻ ശ്രമിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുന്ന ചാനൽ. താങ്ക് യു, ബൈ.